പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പാലാ നഗരസഭാ ഭരണം യു.ഡി.എഫിന് നഷ്ടമായി. എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. എൽ.ഡി.എഫ് പ്രമേയത്തെ 17 പേരാണ് അനുകൂലിച്ചത്. 4 കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ അനുകൂലിച്ചതുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി ചേരുന്നു. ആഷിഖ്, എന്താണ് വോട്ടെടുപ്പിലുണ്ടായത്? അജിംസ്, എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത 17 പേരും അനുകൂലിച്ച് വോട്ട് ചെയ്തതോടുകൂടി അവിശ്വാസ പ്രമേയം പാസ്സായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 12 LDF അംഗങ്ങളും 4 കോൺഗ്രസ് കൗൺസിലർമാരും കൂടാതെ ഒരു സ്വതന്ത്ര അംഗവും വൈസ് ചെയർപേഴ്സണുമായ മായ രാഹുലും അനുകൂലിച്ച് വോട്ട് ചെയ്തതോടുകൂടി ഈ പ്രമേയം പാസ്സായിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അതുപോലെ തന്നെ MP കൂടി ചേർന്ന ഒരു അവിശ്വത്ത കുടുംബ മുന്നണിയുമായി ചേർന്ന ഒരു അവിശ്വത്ത കൂട്ടുകെട്ടായിരുന്നു ഇത്. ഈ അവിശ്വത്ത കൂട്ടുകെട്ടാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. 17 അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 4 കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയിലാണ് അവിശ്വാസ പ്രമേയം പാസ്സാക്കിയത്. ദിയ പുളിക്കക്കണ്ടം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇതോടെ പുറത്തായി. UDF ഭരണം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ LDF വിമതരായ ബിനു പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം UDF അനുകൂലിച്ചുകൊണ്ടാണ് അവിടെ UDF അധികാരത്തിലെത്തിയത്. ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ദിയ പുളിക്കക്കണ്ടം ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇല്ലില്ല, വ്യക്തമായിട്ട് പറഞ്ഞു. ഒരിക്കലും മാറില്ല. വ്യക്തമായ തീരുമാനം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച നീതിക്ക് വേണ്ട പോരാട്ടത്തില് ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ 17 പേര് കൗൺസിലർമാർ. അപ്പൊ ഈ 17 കൗൺസിലർമാരിൽ ആരും ചോദിച്ചു പോകുന്നത് ഞങ്ങൾക്ക് എതിർപ്പില്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയം ഇതിനകത്ത് നിങ്ങൾ കൂട്ടിക്കലർത്തണ്ട. തീർച്ചയായും വ്യക്തമാണ് എന്താണ് നഗരസഭയിൽ നടന്നത്, അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നടന്നത് എന്നുള്ളത് വ്യക്തമായി തന്നെയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സംസാരിച്ചത് LDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ആളാണ്, കേരള കോൺഗ്രസ് നേതാവ് കൂടിയാണ് സംസാരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ അനുകൂലിച്ച് വോട്ട് ചെയ്ത കോൺഗ്രസ് കൗൺസിലറുടെ പ്രതികരണം കൂടി തരണം. നമുക്ക് നിങ്ങളെല്ലാവരും തരണം, ഒരു 2 മിനിറ്റ് ഞങ്ങൾക്ക് തരണം. അതിന് ഞങ്ങളുടെ കൗൺസിലർമാരെല്ലാം വിളിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളത് പറയുന്നതാണ്. എന്തുകൊണ്ട് ഞങ്ങൾ അവിശ്വാസം വിപ്പ് ഞങ്ങൾ ഒപ്പിട്ടിട്ടുമില്ല, ഞങ്ങൾക്ക് കൈപ്പറ്റിയിട്ടുമില്ല. പിന്നെ എന്താണ് അയോഗ്യത ഉണ്ടാവുന്ന ഭയമുണ്ടോ?